ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ. ത്രില്ലർ പോരാട്ടത്തിൽ ഓസീസിനെ വീഴ്ത്തി സൗത്ത് ആഫ്രിക്ക. ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക രണ്ടാം T20 മത്സരത്തിൽ 53 റൺസിൻ്റെ തകർപ്പൻ വിജയവുമായി പരമ്പരയിലേക്ക് ഒപ്പമെത്തിയിരിക്കുകയാണ് പ്രോട്ടീസ്. ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള രണ്ടാം T20 മത്സരത്തിൽ 53 റൺസിനായിരുന്നു അതിഥേയരായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയുടെ തകർപ്പൻ വിജയം. ഇതോടുകൂടി പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. പരമ്പരയിലെ വിജയികളെ ഡിസൈഡ് ചെയ്യുന്ന ഡിസൈഡർ പോരാട്ടം ഈ വരുന്ന ശനിയാഴ്ച നടക്കാൻ പോവുകയാണ്. ആദ്യ T20 ഓസ്ട്രേലിയ ആയിരുന്നു ജയിച്ച് കയറിയതെങ്കിൽ രണ്ടാം മത്സരത്തിൽ 53 റൺസിൻ്റെ തകർപ്പൻ വിജയവുമായി സൗത്ത് ആഫ്രിക്ക സീരീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആദ്യം പേര് സൗത്ത് ആഫ്രിക്ക ജൂനിയർ ABD എന്ന് വിശേഷിപ്പിക്കുന്ന ഡെവാൾഡ് ബ്രൂക്സിന് സെഞ്ചുറി കരുത്തിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ കരുത്തുറ്റ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര 165 റൺസിന് 17.4 ഓവറിൽ എല്ലാവരും പുറത്താവുകയായിരുന്നു. അതോടുകൂടി 53 റൺസിൻ്റെ തകർപ്പൻ വിജയം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ രണ്ടാം T20 നേടിയെടുത്തിട്ടുള്ളത്. ആദ്യം വരുന്ന SAക്ക് വേണ്ടി തൻ്റെ ആദ്യ T20 സെഞ്ചുറി കുറിച്ച ജൂനിയർ ABD ഡെവാൾഡ് ബ്രൂക്സിൻ്റെ ബാറ്റിംഗ് കരുത്താണ് സൗത്ത് ആഫ്രിക്ക കൂറ്റൻ ടോട്ടലിലേക്ക് കൈപിടിച്ചുയർത്തിയത്. 56 പന്തുകൾ നേരിട്ട് താരം പുറത്താവാതെ 125 റൺസാണ് നേടിയത്. ട്രിസ്റ്റൻ സ്റ്റബ്സ് 31, ഏഡൻ മാർക്രം ക്യാപ്റ്റൻ 18 റൺസും നേടിയിട്ടുണ്ടായിരുന്നു. ഓസീസിന് വേണ്ടി ബെൻ ഡോർഷ്യസ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ ആദം സാംബ 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിംഗിൽ കരുത്തുറ്റ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരപക്ഷപാടെ നിരാശാജനകമായ പ്രകടനമായിരുന്നു പുറത്തെടുത്തത്. ടിം ഡേവിഡിന് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. 24 പന്തിൽ 50 റൺസാണ് താരം നേടിയത്. അലക്സ് കാരി 26, മിച്ചൽ മാർഷ് 22 റൺസിന് പുറത്തായിട്ടുണ്ട്. SAക്ക് വേണ്ടി കോർബിൻ ബോസ്, കൊനാ മഫാക്ക എന്നിവർ 3 വിക്കറ്റ് ഒന്നും നേടിയപ്പോൾ ഏഡൻ മാർക്രം 1 വിക്കറ്റും നേടിയിട്ടുണ്ട്. 53 റൺസിൻ്റെ രണ്ടാം T20 തകർപ്പൻ വിജയത്തോടുകൂടി സൗത്ത് ആഫ്രിക്ക അങ്ങനെ സീരീസിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നിലവിൽ 1-1 ടൈ ആണ് പരമ്പര പോകുന്നത്. പരമ്പരയിലെ വിജയികളെ ഡിസൈഡ് ചെയ്ത പോരാട്ടം ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് 16 നടക്കാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.